തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തിനിറച്ച് ഗവൺമെന്റ് ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു ഗവൺമെന്റിന്റെ പരാജയം വരികളിടയിലൂടെ മുഴച്ചു നിൽക്കുകയാണ്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നയപ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്ന് 53,000 കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇപ്പൊ വേറെ അക്കൗണ്ടാണ് പറയുന്നത്. നേരത്തെ 53,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നതല്ല. ആ കണക്കിലല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ഈ പ്രസംഗത്തിൽ പറയുന്നത്. അത് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിലും ഇവിടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ മന്ത്രി സജി ചെറിയാൻ ഏറ്റവും വലിയ ഒരു വർഗീയവാദം ഉയർത്തി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം എന്ന പച്ചക്കള്ളം വീണ്ടും കൊട്ടിഘോഷിക്കുന്നത് കേരളത്തിലെ പാവങ്ങളോടുള്ള അനീതിയാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം വീടും ഭക്ഷണവും ഇല്ലാത്ത നിരവധി ആളുകളുടെ കഥനകഥകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. 6 ലക്ഷത്തോളം കുടുംബങ്ങൾ, 5,95,000 കുടുംബങ്ങൾ തന്നെ അതീവ ദരിദ്രരുടെ പട്ടികയിൽ കേരളത്തിലുള്ളപ്പോഴാണ് ഈ വളരെ കുറച്ച് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പേര് പറയുന്നത്. ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ അതുതന്നെയാണ്. 2026 മാത്രം 1,20,000 പേരാണ് പനി ബാധിച്ച് ചികിത്സ നേടിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്, വെസ്റ്റ് നൈൽ അടക്കം ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും ഉള്ള സംസ്ഥാനമായി കേരളം മാറി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഇപ്പോഴും 1,200 കോടി രൂപ കുടിശ്ശികയിലാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നാണ് അവകാശവാദം. തകർന്ന് തരിപ്പണമായ 4 വർഷ കോഴ്സുകളും ഉന്നത വിദ്യാഭ്യാസ രംഗവുമാണ്. നിരവധി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. കുട്ടികളെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നുള്ള അവകാശവാദം വരുന്നത്. യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം കുത്തഴിഞ്ഞ നിലയിലാണ് കിടക്കുന്നത്. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകി എന്നുള്ളതാണ് അവകാശവാദം. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പ്ലാൻ ഫണ്ട് സ്റ്റാഗ്നന്റായി പോവുകയാണ്. 30,000 കോടി പോവുകയാണ്. ഓരോ ഗവൺമെന്റും വന്ന് അധികാരമേറ്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന 5ാം വർഷമാകുമ്പോഴേക്കും ഒരു 10% മുതൽ 20% വരെ പ്ലാൻ ഫണ്ടിൽ വർധനയുണ്ടാവും. ആ പ്ലാൻ ഫണ്ടിൽ വർധനയില്ലാതെ സ്റ്റാഗ്നന്റായി പ്ലാൻ ഫണ്ട് നിൽക്കുന്നത് കൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അതിന്റെ അകത്തെ 10%ഉം പട്ടികവർഗക്കാരുടെ 2%ഉം വർദ്ധിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. വർദ്ധിക്കാതെ നിൽക്കുന്ന ഇതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം 500 കോടി രൂപ SC ഫണ്ടിൽ നിന്നും 112 കോടി രൂപ ST ഫണ്ടിൽ നിന്നും പ്ലാൻ സൈസ് കട്ട് ചെയ്തത്. എന്നിട്ടാണ് ഈ ഗ്രാന്റ്സ് പോലും കുട്ടികളുടെ SC/ST വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റ്സ് പോലും കൊടുക്കാതെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നിർത്തിവരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ. തെറ്റായ അവകാശവാദമാണ്.